ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ പ്രത്യേകതയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് കാഞ്ഞിരപ്പള്ളി പ്രൊവിൻസ് CMC സിസ്റ്റേഴ്സ് അവരുടെ സിനാക്സിസ് നടക്കുകയാണ്. എന്ന് വെച്ചാൽ പുതിയ ടേമിലേക്കുള്ള പ്രൊവിൻഷ്യൽ കൗൺസിലിനെ എലക്ട് ചെയ്യുന്ന അവരുടെ ഒരുക്കത്തിൻ്റെ കാലം, പ്രാർത്ഥനയുടെ കാലം നടക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു 3 ദിവസം അവരെ ധ്യാനിപ്പിക്കാനായിട്ട് കാഞ്ഞിരപ്പള്ളി പൊടിമറ്റത്ത് CMC പ്രൊവിൻഷ്യൽ ഹൗസിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ തകഴിയിൽ നിന്ന് പോയി വന്ന് ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ സിസ്റ്ററിനെ പരിചയപ്പെട്ടു. ആ സിസ്റ്ററിൽ എനിക്കുണ്ടായ കൗതുകം, സിസ്റ്റർ ഇതിനകത്ത് ധ്യാനത്തിലുണ്ടായിരുന്നല്ല, ഞാൻ വന്നപ്പോൾ അവിടെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ ആയിട്ട് സിസ്റ്ററിൻ്റെ സർവീസ് കണ്ടു. അപ്പോൾ സിസ്റ്ററിനോട് സംസാരിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു കാര്യം 5 വർഷമായിട്ട് ഇറാഖിലായിരുന്നു എന്നാണ്. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ ഉള്ളൊരു ബോംബ് പൊട്ടുകയാണ്. ഇറാഖ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ബോംബും യുദ്ധവും ഭീതിയൊക്കെയാണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ആ സിസ്റ്ററിനെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടെ 5 വർഷം ഇറാഖിൽ ക്രൈസ്തവ മിഷണറി പ്രവർത്തനം ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട സിസ്റ്റർ ടെസ് മരിയയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അമ്മ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും വളരെ കൗതുകം ഉണ്ടായിരിക്കും, എനിക്കും കൗതുകമുണ്ട്. ഞാൻ സിസ്റ്റർ ഇറാഖിലാണെന്ന് കേട്ടെങ്കിലും അതിനുശേഷം പിന്നെ ഒത്തിരി വിശേഷമൊന്നും ചോദിക്കാൻ പോയില്ല, കാരണം അതിങ്ങനെ വെയിറ്റ് ചെയ്തു. ഞാൻ ഒരുമിച്ച് കേൾക്കാമെന്ന് വിചാരിച്ചു. സിസ്റ്റർ പറയുന്നതും നമ്മുടെ ഫീഡ് മൈ ഷേപ്പിൻ്റെ ശ്രോതാക്കൾ, അവർ പ്രേക്ഷകരുണ്ട്, അവർ കാണുന്നത് ഒരുമിച്ചാകട്ടെ എന്ന് വിചാരിച്ചു. സിസ്റ്ററെ ആദ്യം അറിയേണ്ടത് സിസ്റ്റർ ഒന്ന് പരിചയപ്പെടുത്തുക. സിസ്റ്റർ എവിടെ നിന്നാണ്, എവിടെയാണ് നാട്, വീട്ടിലാരൊക്കെയുണ്ട്, ദൈവവിളിയുടെ കാരണം, തുടക്കം, അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എൻ്റെ പേര് സിസ്റ്റർ ടെസ് മരിയ. എൻ്റെ വീട് പ്ലാച്ചേരി, അതായത് പത്തനംതിട്ട ഡിസ്ട്രിക്ട് പ്ലാച്ചേരിയാണ്. എൻ്റെ വീട്ടിൽ ചാച്ചനുണ്ട്, മമ്മിയുണ്ട്. ഞങ്ങൾ 5 സഹോദരങ്ങളാണ്. എൻ്റെ മൂത്ത സഹോദരനും കുടുംബവും വീട്ടിൽ തന്നെയുണ്ട്. പിന്നെ എൻ്റെ അനിയത്തി ഒരാൾ സിസ്റ്ററാണ്. അതുപോലെ എൻ്റെ ഇളയ സഹോദരൻ പുരോഹിതനായിട്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ചർച്ചിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ എൻ്റെ അനിയത്തിയെ പാലായിൽ കല്യാണം കഴിച്ച് വിട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടുപേര് ചാത്തനാട്ട് എന്നാണ്. ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ വലിയച്ചാച്ചൻ്റെയും വല്യമ്മച്ചിൻ്റെയും കൂടെയാണ് ജീവിച്ചത്. പിന്നെ പപ്പായുടെ അനിയനൊരാൾ അച്ഛനുണ്ട്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും അച്ഛന്മാർ വീട്ടിൽ വരികയും സിസ്റ്റേഴ്സ് വീട്ടിൽ വരികയും അങ്ങനെ ഒരു നല്ലൊരു വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം ചെറുപ്പം മുതലേ എനിക്ക് കിട്ടിയിരുന്നു. അപ്പം അങ്ങനെ ഒരു വിശ്വാസം ചെറുപ്പം മുതലേ കിട്ടിയത് കൊണ്ട് പാപ്പനച്ഛനിൽ നിന്നൊക്കെ ഒത്തിരിയേറെ നല്ല കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിച്ചത് കൊണ്ടും, പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് വല്യച്ചാച്ചനും വല്യമ്മച്ചും നല്ലൊരു ഫോർമേഷൻ തന്നെ തന്നിരുന്നു. അപ്പം അങ്ങനെ ഒരു ചെറുപ്പം മുതലൊരു 8ാം ക്ലാസ് തൊട്ടാണ് പ്രത്യേകിച്ച് ഒരു സിസ്റ്റർ ആകണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളുടെ പല സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് ബന്ധപ്പെടാനൊക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ CMCയിൽ ഞാൻ ആദ്യമായിട്ട് ക്യാമ്പിന് വന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു ദൈവവിളിയുടെ തുടക്കം എന്ന് പറയുന്നത്. യെസ് സിസ്റ്ററെ, അപ്പോൾ ഇപ്പം എത്ര വർഷമായി സിസ്റ്ററായിട്ട്? ഞാൻ 2001 ആദിവ്രതം ചെയ്തത്. ആദിവ്രതം ചെയ്തതാണല്ലോ നമ്മുടെ ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് അല്ലേ? അപ്പോൾ ജൂബിലി വർഷത്തേക്ക് അടുക്കുകയാണ്. 2 വർഷം, അടുത്ത വർഷം ജൂബിലി ഇയറിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ? 25 വർഷം പൂർത്തിയാകുന്നു. അപ്പോൾ 5 വർഷം മുമ്പ് ഈ ഇറാഖ് എന്നുള്ള ഒരു കാര്യം സിസ്റ്ററിൻ്റെ മുമ്പിലേക്ക് വന്നപ്പോൾ സിസ്റ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്? എങ്ങനെയാണ് ഇറാഖിലേക്ക് പോകണം, അത് അധികാരികൾ ആവശ്യപ്പെടുകയായിരുന്നോ അതോ കൺസൾട്ട് ചെയ്യുകയായിരുന്നോ, സിസ്റ്ററിൻ്റെ സമ്മതം ചോദിച്ചോ, എങ്ങനെയായിരുന്നു അതിൻ്റെ പ്രൊസീജിയർ? അതായത് 2019 ഞങ്ങളുടെ നമ്മുടെ സിസ്റ്റർ സിബി, മദർ സിബി ജനറൽ ആയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു തീരുമാനം വന്നത്. അതായത് ഇറാഖിലെ നമ്മുടെ ബിഷപ്പ് മിർക്കിസ് യൂസിഫ് തോമസ് എന്നാണ് പേര്. പിതാവ് ഇവിടെ വന്നു നമ്മുടെ ആലഞ്ചേരി പിതാവുമായിട്ട് സംസാരിക്കുകയുണ്ടായി. ഇറാഖിലെ ബിഷപ്പിന് ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ സഹോദര സഭയാണ്. അതെ, സഭയാണ്. അപ്പോൾ ഇവിടെ വന്ന പിതാവ് പറഞ്ഞു, അതായത് 16th സെഞ്ച്വറി വരെ അവിടുത്തെ ബിഷപ്പൊക്കെ വന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇവിടെ സിസ്റ്റേഴ്സൊക്കെ കുറവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് സിസ്റ്റേഴ്സിനെ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ ആലഞ്ചേരി പിതാവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ ആലഞ്ചേരി പിതാവ് പറഞ്ഞു എപ്പോഴും റിസ്ക് എടുക്കുന്ന ഒരു കോൺഗ്രിഗേഷനാണ് CMC. അങ്ങനെ ആലഞ്ചേരി പിതാവ് നമ്മുടെ മദർ സിബിയോട് ചോദിക്കുകയും മദർ സിബിയും ഇപ്പോഴത്തെ ജനറാളമയായിരിക്കുന്ന ഗ്രേസ് തെരേസമ്മയും കൂടെ ഇറാഖിൽ പോവുകയും അവിടെ പോയി ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി നമ്മുടെ സിസ്റ്റേഴ്സിനെ അവിടെ വിടാൻ പറ്റിയ സാഹചര്യമാണെന്ന് കണ്ട് പഠിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. ഈ സമയത്ത് ഞാൻ ഇവിടെ പ്രൊവിൻഷ്യൽ സെക്രട്ടറി ആയിട്ട് കാഞ്ഞിരപ്പള്ളി പ്രൊവിൻഷ്യലോടും കൂടെ പ്രൊവിൻഷ്യൽ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇങ്ങനൊരു ലെറ്റർ വരുന്നതും ഇങ്ങനൊരു തീരുമാനം വരുന്നതും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രൊവിൻഷ്യൽ അമ്മയുടെ കൂടെ എനിക്ക് ഒരു മീറ്റിങ്ങിന് ജനറലേറ്റിൽ പോകേണ്ടത് വന്നു. അപ്പോൾ മീറ്റിംഗ് മദർ ജനറൽ സിസ്റ്റർ സിബിയുടെ കൂടെയും ടീമിൻ്റെയും കൂടെയായിരുന്നു.
അപ്പോൾ അവരിങ്ങനെ എന്നെ പരിചയപ്പെട്ടപ്പോൾ എന്നോട് ചോദിച്ചു, ടെസ്മരിയ എന്താണ് പഠിച്ചത്, എവിടെയായിരുന്നു ഇത്രയും നാൾ? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ നാട്ടിലൊരു മഠത്തിലും വർക്ക് ചെയ്തിട്ടില്ല, മിഷനിലായിരുന്നു, MA BEd കഴിഞ്ഞാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇറാഖിന് വിടാൻ പറ്റിയൊരു സിസ്റ്ററിനെ നമുക്ക് കിട്ടി, പറ്റിയ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് സത്യത്തിൽ ഇതൊരു നിയോഗമായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നിയത്. അത് കഴിഞ്ഞ് സിസ്റ്റർ പറഞ്ഞതിനകത്തൊരു വലിയ ചരിത്ര പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഈ ഇറാഖിലെ ബിഷപ്പ് വന്നിട്ട് ആലഞ്ചേരി പിതാവിനോട് ചോദിച്ചു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സഭയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് 15-16 നൂറ്റാണ്ട് വരെ പോർച്ചുഗീസ് മിഷണറിമാർ വരുന്ന കാലം വരെ നമ്മുടെ സഭയ്ക്ക് മെത്രാന്മാരെ ലഭിച്ചിരുന്നത് ഇറാഖിൽ നിന്നാണ്. അവിടെ നിന്നാണ് നമ്മളെ കൽദായ സഭയിൽ നിന്നാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു റിട്ടേൺ ഗിഫ്റ്റാണ് ചോദിച്ചത്, ഒരു എന്താ പറയേണ്ടത്, ഒരു പ്രതിഫലം. അന്ന് ഞങ്ങൾ ചെയ്ത ശുശ്രൂഷയ്ക്ക് ഒരു കൗണ്ടർ ഇവാഞ്ചലൈസേഷന് അവിടുന്ന് മെത്രാൻ വന്ന് ചോദിക്കുകയും അത് ആലഞ്ചേരി പിതാവ് അതിനോട് വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമാണ് ഇറാഖിലെ ഒരു മിഷൻ നമ്മൾ ഇവിടുന്ന് സിസ്റ്റേഴ്സ് അങ്ങോട്ട് പോയത്. യെസ്, അങ്ങനെ. പക്ഷെ അപ്പോൾ ഇങ്ങനെ ഇറാഖിലേക്ക് സിസ്റ്ററിന് പത്രമൊക്കെ വായിക്കുന്ന ആളല്ലേ, അല്ലേ? പത്രമൊക്കെ വായിക്കുകയും TV കാണുകയൊക്കെ ചെയ്യുന്നില്ല. അപ്പോൾ ഇറാഖിൽ ഒരു പേടിയൊന്നും വന്നില്ലേ ഇറാഖ് എന്ന് കേട്ടിട്ട്? ശരിക്കും എനിക്ക് ഭയങ്കര പേടിയുള്ള ആളാണ്. ഇവൻ ഞാൻ ഫോർമേഷനിലൊക്കെ ആയിരിക്കുമ്പം ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഈ കോൺവെൻറ്റിലെ കഥകളും ജനലുകളൊക്കെ അടയ്ക്കുക എന്നത്. അപ്പോൾ ഞാൻ പോസൻസിലൊക്കെ ആയിരുന്നപ്പം ഇങ്ങനെ അടയ്ക്കാൻ പോകുമ്പോൾ എനിക്ക് ഒരു റൂമിൽ നിന്ന് അടുത്ത റൂമിലേക്ക് പോയി കഥ അടയ്ക്കാൻ ഭയങ്കര പേടിയാണ്. അപ്പോൾ സിസ്റ്ററിനോട് പറയുമ്പോൾ പേടി പോകാൻ വേണ്ടി സിസ്റ്റർ തന്നെ വിടുന്ന ഒരു രീതിയാണ്. എങ്കിലും പേടിച്ചിട്ട് ഞാൻ ആരെങ്കിലും കൂടെയുള്ള ഒരു സിസ്റ്ററിനെ കൂട്ടി വിളിക്കും, കൂടെ അത്രയും പേടിയാണ് എനിക്ക്. തന്നെ ഒരു 10 മിനിറ്റ് റൂമിൽ ഇരുട്ടത്തിരിക്കുക പോലും, ഇവൻ ടോയ്ലറ്റിൽ പോകാൻ പോലും പേടിയുള്ളൊരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച്. പക്ഷേ എന്താണ് എനിക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഇത് ഞാൻ തിരഞ്ഞെടുത്ത ഒരു ചിന്തയാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ദൈവം തിരഞ്ഞെടുത്ത് ദൈവം വിട്ടു എന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനോ ഇങ്ങനെ ഒന്ന് പോകാനോ ഇങ്ങനെ പ്രവർത്തിക്കാനോ ഒരിക്കലും എനിക്ക് സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ വീട്ടിലൊക്കെ പറയത്തില്ലേ? ഇപ്പം നമ്മുടെ കോൺഗ്രിഗേഷൻ്റെയും സഭയുടെയും കാര്യങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ പേരൻസ് ഒക്കെ ഉള്ളപ്പോൾ നമ്മൾ അവരോട് പറയുമല്ലോ. അപ്പോൾ എന്തായിരുന്നു അവരുടെ റെസ്പോൺസ്? അപ്പനോടും അമ്മയോടും ഒക്കെ പറഞ്ഞപ്പോൾ ഇറാഖിലോട്ട് പോകുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സദാം ഹുസൈൻ്റെ നാടാണ്. അപ്പോൾ നമ്മളതാണ് നമ്മുടെ ഇറാഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമീപകാലത്ത് നമ്മുടെ തലയിലുള്ളത് യുദ്ധഭൂമിയാണ്, സദാം ഹുസൈൻ, ഭീകരത, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്കും അതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ അവരുടെയും കൺസേൺ. അവരങ്ങനെ റെസ്പോണ്ട് ചെയ്തേ? ഞാൻ ഇറാഖിൽ ഇങ്ങനെ ഇങ്ങനെ തീരുമാനം ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും അത് അക്സെപ്റ്റ് ചെയ്തില്ല. എൻ്റെ മമ്മിയും ചാച്ചനും ഒക്കെ ഭയങ്കര വിഷമവും കരച്ചിലൊക്കെ ആയിരുന്നു. ഇവൻ മമ്മി പറഞ്ഞു, നീ പോകുന്നതിന് മുമ്പ് നിന്നെ എനിക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, അതുകൊണ്ടൊരു ഫോട്ടോ പോലും മമ്മി എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഫ്രെയിം ചെയ്ത് തരണം, എനിക്ക് എപ്പോഴും നിന്നെ കാണണം, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വേദനയോടെയാണ്. ഇവൻ ഞാൻ പോകുന്ന അടുത്ത ദിവസങ്ങളിൽ മമ്മിക്ക് പ്രഷർ കൂടി, ഷുഗർ കൂടി, ഹോസ്പിറ്റലിൽ പോലും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലാണ്. അങ്ങനെയാണ് അവർ ആർക്കും എന്നെ അങ്ങനെ വിടാനായിട്ട് ആരും വില്ലിങ് അല്ലായിരുന്നു. പിന്നെ പാപ്പനച്ഛൻ മാത്രം പറഞ്ഞു, ആ സമയത്ത് തന്നെ പെറുവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ എവിടെയാണോ പ്രാർത്ഥിച്ചിട്ട് തീരുമാനിക്കുക. പാപ്പനച്ഛൻ എനിക്ക് വേണ്ടി 3 ദിവസം കുർബാന ചൊല്ലി. പിന്നെ അന്നത്തെ പ്രൊൺസ്ലമിയായിരുന്ന ജാൻസി മരിയാമ്മ ടീം അവരെല്ലാവരും പ്രാർത്ഥിച്ചു. പിന്നെ ഒത്തിരി പേര് പ്രാർത്ഥിച്ചു. എനിക്ക് തീരുമാനം എടുക്കാൻ ആദ്യം തോന്നി, ഇത് ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണല്ലോ, ദൈവം പ്രത്യേകം നിയോഗിച്ച് വിടുന്നതെന്നൊക്കെ ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട്. പക്ഷേ എനിക്കൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഭയം കാരണം ഭയങ്കര ഒരു അസ്വസ്ഥതയാണ്. തീരുമാനം എടുക്കാത്തപ്പം മനസ്സിന് ഭയങ്കര ഭാരം. അങ്ങനെ കുറേ നാൾ ചിന്തിച്ചു. 1-2 ആഴ്ച അങ്ങനെ നടന്നു. ആ സമയത്താണ് ഞാൻ പ്രൊവിൻഷ്യൽ സെക്രട്ടറി ആയിക്കെ തന്നെ അത് ടേം തീരുമ്പം ഇവിടെ സിനാക്സസ് നടക്കുവാണ്. അപ്പോൾ മദർ ജനറൽ വന്നപ്പോൾ പറഞ്ഞു, ടെസ്മരിയ ഒരാഴ്ചയും കൂടെ ടെസ്മരിയയ്ക്ക് തരുന്നു, ഒന്നെങ്കിൽ പെറുവിന് പോവുക അല്ലെങ്കിൽ ഇറാഖിന് പോവുക. അങ്ങനെ ഒരാഴ്ച ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഒരിക്കലും പറയുന്നില്ല, ഞാൻ എടുത്ത തീരുമാനം ദൈവം എന്നെ കൊണ്ട് എടുപ്പിച്ചു. ഞാൻ എന്ന് മദർ ജനറലോട് പറഞ്ഞു, അന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് വലിയൊരു കല്ല് ഭാരം മാറിപ്പോകുന്ന പോലൊരു ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. അങ്ങനെ പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞപ്പം നിർബന്ധിച്ചല്ല, പക്ഷെ നമ്മൾ 2 ഓപ്ഷൻ തന്നു, ഏതെങ്കിലും ഒന്ന് പോകുകയെന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ പെറു എന്ന് ചിന്തയുണ്ട്. അവിടെയാണ് വെടി കൊള്ളണ്ടല്ലോ, ആരെയും പേടിക്കണ്ടല്ലോ, തിരിച്ചു വരാം, അല്ലെ ഡെഡ് ബോഡി ആയിരിക്കും തിരിച്ചു കൊണ്ടുവരുന്നൊക്കെ. എൻ്റെ കൂടെ ആദ്യം ഞങ്ങൾ ഒന്നിച്ചു പോയത് നമ്മുടെ എറണാകുളം പ്രോവിൻസിലെ സിസ്റ്റർ അന്ന എന്ന് പറഞ്ഞ സിസ്റ്ററായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇതുപോലെ തന്നെ ചിന്തയിലായിരുന്നു. അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു മനസ്സിനൊരു ധൈര്യം കിട്ടിയത്. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ഭാരം മാറിപ്പോയി അല്ലെ? ശരിക്കും സന്യാസ പൗരോഹിത്യ ജീവിതത്തിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ആണ്. അതായത് ദൈവനിയോഗം നമ്മുടെ മുമ്പിൽ, നമ്മുടെ മാനുഷിക ബലഹീനത നമ്മളെ അതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നു. അതിനെ അതിജീവിച്ച്, മാനുഷിക ബലഹീനതകൾ അതിജീവിച്ച് ദൈവത്തിന്റെ പദ്ധതിയോട് യെസ് പറയുമ്പോൾ ഉണ്ടാകുന്ന ചാരിതാർത്ഥ്യവും സംതൃപ്തിയും ഒക്കെ, അതാണ് സിസ്റ്റർ പറഞ്ഞ ഭാരം ഒഴിഞ്ഞു പോകുന്ന അനുഭവം. ഗ്രേറ്റ്.
അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? ഇറാഖിൽ എന്തായിരുന്നു നമ്മുടെ മിനിസ്ട്രി? എന്താ നമ്മൾ ചെയ്തത്? എങ്ങനെയാണ് സഹായിച്ചത്? അവിടുത്തെ രൂപതയെ സഹായിച്ചുകൊണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? ഞങ്ങൾ ചെന്ന ആദ്യത്തെ 2 വർഷം അവിടെ ബിഷപ്പ് ഹൗസിൽ തന്നെയായിരുന്നു താമസിക്കുന്നത്. അവിടെ സ്കൂളിന് വേണ്ടിയാണ് നമ്മളെ കൊണ്ടുപോയത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ മറ്റ് രാജ്യങ്ങളെ പോലെയല്ല, ഇറാഖിലെ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞാൽ അത്ര സപ്പോർട്ടല്ല നമ്മുടെ കാത്തലിക് ആയിട്ട് ചർച്ചുമായിട്ട്. സ്കൂളിന് വേണ്ടി പോയി. പക്ഷേ ബിഷപ്പ് തീരുമാനിച്ച പോലെ ആദ്യം 5 വർഷം എടുത്ത് സ്കൂളിനൊരു തീരുമാനം എടുത്ത് അതിൻ്റെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ 5 വർഷത്തോളം എടുക്കേണ്ടി വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ആദ്യത്തെ 2 വർഷം കഴിയുമ്പോൾ കൊറോണയായി. അങ്ങനെ ഒത്തിരി സ്ട്രഗിള് ഞങ്ങളെന്നല്ല ബിഷപ്പ് എടുക്കേണ്ടി വന്നു നമുക്ക് വേണ്ടി. നമ്മളെ കൊണ്ടുപോയ ബിഷപ്പ് വളരെ ഉത്തരവാദിത്തത്തോടെ നമുക്ക് വേണ്ടി വളരെ ഒരു വിശാല ഹൃദയമുള്ള, ഞാൻ പറഞ്ഞ ഈ ചാവറപ്പിതാവിനെ പോലെ ഒരു നേച്ചറാണ് എപ്പോഴും ബിഷപ്പിനെ കാണുന്നത്. എല്ലാം നമുക്ക് തന്ന് നമ്മളെ ഒരു സന്തോഷം, ഒരു ഡൊമിനിക്കൻ ഫാദറാണ് അവിടുത്തെ ബിഷപ്പ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ സന്യാസത്തിൻ്റെതായ എല്ലാ മൂല്യങ്ങളും ബിഷപ്പിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനും ജീവിക്കുന്ന ഒരു സുവിശേഷമായിട്ടാണ് ബിഷപ്പിനെ പലപ്പോഴും കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഞങ്ങൾ 2 വർഷം സ്കൂളിൻ്റെ കാര്യം എന്ന് വെച്ചാൽ സ്കൂളിൻ്റെ ഇങ്ങനെ നടത്താൻ പറ്റാഞ്ഞതുകൊണ്ട് അവിടെ നേഴ്സറി ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 2 വർഷം നേഴ്സറി സഹായിച്ചു. അത് സ്കൂളിലും നേഴ്സറിയിലും ഒക്കെ എല്ലാ മതസ്ഥരായ കുട്ടികളും ഉണ്ട്. അവർക്കൊപ്പം നമ്മുടെ കാത്തലിക് ചർച്ചിന്റെ സ്കൂളുകളോടൊക്കെ ഒരു അപ്രിസിയേഷൻ ഉണ്ടോ? അങ്ങനെ അവിടെ വരാനൊക്കെ ഇഷ്ടമാണ്. അവരെ വരാനൊക്കെ ഇഷ്ടം. പൊതുവേ ഗവൺമെന്റ് സംവിധാനം അത്ര പിന്തുണയ്ക്കുന്നില്ലെങ്കിലും ആളുകൾക്ക് താല്പര്യമുണ്ട്. നമ്മുടെ ശുശ്രൂഷയെ കുറിച്ച് അവർക്ക് മതിപ്പുണ്ട്. അതെ, അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ അവിടെ നമ്മുടേതായ ഒരു കാര്യങ്ങളും പഠിപ്പിക്കുന്നൊന്നുമില്ല. സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുക, അതിനുള്ള സാധ്യതയുള്ളൂ. അതിനപ്പുറത്ത് നമുക്ക് വലിയ സുവിശേഷ പ്രഘോഷണം ആസച്ച്, അതായത് ഈ ഈശോയുടെ നാമം തന്നെ പ്രഘോഷിക്കാനുള്ള സാധ്യത വളരെ പരിമിതമായിരിക്കും അല്ലേ? നമ്മുടെ പ്രസൻസ് ആണ് സുവിശേഷം. അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ സാന്നിധ്യം തന്നെയാണ് സുവിശേഷം. എന്നിട്ട് ഈ ടെൻഷൻ സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായോ? അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ, അതായത് ഈ വാറിന്റെ യുദ്ധവുമായിട്ട് ചെന്നപ്പോൾ ഉണ്ടായിരുന്നു അല്ലേ? ചെന്ന 1 വർഷം കഴിഞ്ഞപ്പോൾ ബാഗ്ദാദിൽ ഭയങ്കര ഒരു 6 മാസമായിട്ട് ഞങ്ങൾക്ക് വൈഫൈ പോലും ഇല്ല. വീട്ടുകാരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നത്. അവരോർത്തു നമ്മൾ മരിച്ചു പോയാണോ, പോയി ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ ശരിക്കും അവർ പേടിച്ചായിരുന്നു. 3-4 മാസം അതിന് ഭയങ്കര ഇഷ്യൂസ് ആയിട്ട് ഗവൺമെൻറ് കംപ്ലീറ്റ് വൈഫൈ കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ശരിക്കും പ്രോവിൻസ് വാട്സപ്പ് വഴിയേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് വൈഫൈ ഇല്ലാതെ അത് രാജ്യം മൊത്തമാണ് അവരങ്ങനെ ചെയ്തത്. അങ്ങനെ കുറേ നാളുകളുണ്ടായിരുന്നു. പിന്നെ ആ പ്രോബ്ലംസ് ഒക്കെ മാറി. ഗവൺമെൻറ് മാറിയ സമയത്ത് പ്രോബ്ലംസ് മാറി. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ താമസിക്കുന്ന ഇടയ്ക്കൊക്കെ എപ്പോഴും പല പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇടയ്ക്ക് ഐസിസ് ഒന്ന് അവിടെ ഇവിടെയും ബോംബിടാറുണ്ട്, മറ്റുള്ള വെടിവെക്കാറുണ്ട്, അങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞാൽ ഇത്രയും നാൾ അവിടെ 5.5 വർഷമാണ് ഞാൻ താമസിച്ചത്. പക്ഷേ അത് മാനുഷികമായ ഒരു ശക്തിയോ അല്ല ഒന്നുമല്ല, ദൈവത്തിൻ്റെ പ്രത്യേകം ദൈവം കണ്ണിലുണ്ണിയായിട്ട് നമ്മളെ കാത്ത പോലൊരു, ദൈവത്തിൻ്റെ കരങ്ങളിൽ എപ്പോഴും ദൈവം താങ്ങിയ പോലെ ഒരു അനുഭവമാണ് ഉള്ളത്. ഇപ്പം എനിക്ക് അവിടെ പോയതുകൊണ്ട് ഒത്തിരി വിശാലമായൊരു ഹൃദയം. അതായത് നമ്മൾ ബൈബിളിലൊക്കെ എല്ലാം വായിച്ചിട്ടേ ഉള്ളൂ, പക്ഷേ എല്ലാം കണ്ടറിയാൻ ബൈബിളിലെ ഇറാഖ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പേടി സ്വപ്നമാണ്. പക്ഷേ അതല്ല ശരിക്കും പറഞ്ഞ ഇറാഖ്. അതിനൊരു ദൈവവിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു വീരിറങ്ങിയ പുണ്യന്മാർ നടന്ന ഒരു പുണ്യഭൂമിയാണ് ഇറാഖ് എന്ന് എനിക്ക് പറയാൻ പലപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട്. അങ്ങനെ എല്ലാം കാണാനും കേൾക്കാനും ബൈബിളിലെ അബ്രാഹത്തിൻ്റെയും നമ്മുടെ ദാനിയേൽ പ്രവാചകൻ, നാഹു പ്രവാചകൻ, തോമസ് ലീഹ വന്ന സ്ഥലം, ഇങ്ങനെയൊക്കെ നേരിട്ട് കാണാനുള്ള വലിയൊരു ഭാഗ്യം. അത് എനിക്ക് വാക്കുകളില്ല പറയാൻ. അത്രയും മാത്രം ഒരു വളരെ ഗ്രേറ്റ് ആയിട്ടാണ് എനിക്ക് ആ അനുഭവത്തേക്ക് തോന്നുന്നത്. സിസ്റ്റർ, ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്ററെ എന്നോട് സംസാരിക്കാവോ, ഞാൻ ഷൂട്ട് ചെയ്യട്ടോന്ന് ചോദിച്ചപ്പോൾ ആദ്യം ഭയങ്കര വിമുഖത കാണിച്ചു. സിസ്റ്റർ പറഞ്ഞു എനിക്കത് വലിയ ശീലമില്ല അല്ലേ. സിസ്റ്ററിന് ടെൻഷനായിരുന്നു, എന്താണ് അച്ഛൻ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ അറ്റീസിൽ നമുക്കങ്ങ് ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു എന്ത് വാചാലമായിട്ടാണ് സിസ്റ്റർ അനുഭവം. കാരണം അത് ഹൃദയം നിറഞ്ഞു തുളുമ്പുന്നതാണ് അത്തരം അനുഭവങ്ങളൊക്കെ. സിസ്റ്ററെ, അപ്പോൾ ഈ 5-5.5 വർഷത്തെ ഓർമ്മകളും ഒത്തിരി ഉണ്ടാവും പറയാമെന്ന് എനിക്കറിയാം. പക്ഷേ ഇത്രയും മതി, സിസ്റ്ററിനെ ഒന്ന് കാണുക, പരിചയപ്പെടുക, ഇവരൊന്ന് അറിയുക. ശരിക്കും സിസ്റ്ററിനെ പോലെ എന്തോരം പേരായിരിക്കും ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് നമ്മുടെ മലയാളി സിസ്റ്റേഴ്സ് അല്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മളറിയാത്ത ഒത്തിരി ഇടങ്ങളിൽ ഇതുപോലത്തെ വലിയ ടെൻഷൻ സിറ്റുവേഷനിലേക്ക് ദൈവത്തിരുഹൃതപ്രകാരം വലിച്ചെറിയപ്പെടുന്ന സന്യസ്തർ ഒത്തിരി ഉണ്ട്. അതിൽ പലരുടെ പ്രതിനിധിയാണ് സിസ്റ്ററായിട്ട്. സിസ്റ്ററിനോട് ചോദിക്കാനുള്ളത്, ഇനി ഒരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ഇപ്പം നാളെ എന്നോട് പോകാൻ പ്രോവിൻസ് അല്ലെങ്കിൽ മദർ ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാൻ പോകും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഇവിടെ ഇരുന്നാലും കൊറോണ വന്നോ ഏതെങ്കിലും ആക്സിഡൻറ്റിൽ മരിക്കും, നമ്മൾ വെളിയിൽ പോയാലും കൂടുതൽ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ പേരൻസ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും നീ തിരിച്ചു വരണം. ഞാൻ പറഞ്ഞു, എൻ്റെ മമ്മി, ചാച്ച, ഞാൻ ഇവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് ഇത്രയും സുരക്ഷിതത്വം കിട്ടത്തില്ല. ഞാൻ ദൂരെ പോകുമ്പോഴാണ്
നിങ്ങൾക്ക് കൂടുതൽ. എനിക്ക് എൻ്റെ ജീവിതാനുഭവം തന്നെ അതാണ്. അവരെ എൻ്റെ പേരൻസ്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ അത്രയും അനുഗ്രഹം അവർക്ക് കിട്ടത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പോലും ഇപ്പം എൻ്റെ ചാച്ചൻ കഴിഞ്ഞ വർഷം മരണാവസ്ഥയുടെ അങ്ങേയറ്റം എത്തിയായിരുന്നു. പക്ഷെ ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ എൻ്റെ കോൺഗ്രിഗേഷൻ എന്നെ ആ സമയത്ത് ഇവിടെ കൊണ്ടുവരികയും വേണ്ടതെല്ലാം ചെയ്തു തന്ന് ചാച്ചൻ ക്യൂർ ആയിട്ടാണ് എന്നെ ഇവിടെ നിന്ന് തിരിച്ചു വിട്ടത്. വെച്ചാൽ അതുകൊണ്ട് എനിക്കതിനെക്കുറിച്ചൊന്നും ടെൻഷനേ ഇല്ല. ദൈവം നയിക്കും. ദൈവം എന്താ ഓരോരുത്തരെക്കുറിച്ച് ഓരോ കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അതേ എന്താണേലും നടക്കത്തുള്ളൊരു ഉത്തമ ബോധ്യം എനിക്ക് എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. യെസ്, നമ്മൾ ഡിസംബർ മാസത്തിലാണ്, മംഗളവാർത്താ കാലത്തിലാണ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് മറിയം പറഞ്ഞതിന് സമാനമായ ഒരു വർത്തമാനം ദൈവത്തിരഹിതത്തോട് പറയുന്ന മനുഷ്യരാണ് ഇവരൊക്കെ. കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ, കർത്താവിൻ്റെ ഹിതം നിറവേറട്ടെ എന്ന് പറയും തൊട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു കാര്യം, ദൈവത്തിനൊന്നും അസാധ്യമല്ല അല്ലേ? ശരിക്കും അത്ഭുതങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും, കൺമുമ്പിൽ കണ്ടു തുടങ്ങും. നമ്മുടെ പദ്ധതികളെക്കാൾ ദൈവിക പദ്ധതികൾക്ക് നമ്മൾ വിധേയപ്പെടുമ്പോൾ. സിസ്റ്ററിനെ കേൾക്കാൻ പറ്റിയ സന്തോഷം. പിന്നെ എനിക്കൊരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കാനുണ്ടായിരുന്നു. അതായത് ഞങ്ങളവിടെ മെയിനായിട്ട് ഹൗസ് വിസിറ്റിംഗ് ഒത്തിരിയേറെ നടത്തും. ഒരു 500ഓളം ഫാമിലികൾ ഞങ്ങൾ ഈ 5.5 വർഷമായിട്ട് നടത്തിയിട്ടുണ്ട്. എല്ലാം ക്രിസ്ത്യൻ ഫാമിലീസ്, എല്ലാ ക്രിസ്ത്യൻസ് ഫാമിലിയിലാണ് കൂടുതലും പോയിട്ടുള്ളത്. മറ്റുള്ളവർ മുസ്ലിങ്ങളുടെയും പോയിട്ടുണ്ട്. അതെ, പല വിഭാഗങ്ങളുണ്ട് മുസ്ലിംസ്. കാക്കി എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, പിന്നെ കുർദീഷ് ഉണ്ട്, അങ്ങനെ പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ ആരും തന്നെ നമ്മളെ അങ്ങനെ ഒരിക്കലും റിജക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നാറില്ല. അപ്പം പ്രത്യേകിച്ച് അവിടുത്തെ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ മിക്ക ഫാമിലിയും ഒറ്റയ്ക്കും പെട്ടയ്ക്കൊക്കെ താമസിക്കുന്നവരാണ്. അതായത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എല്ലാവരും തന്നെ പലായനം ചെയ്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സ്കാറ്റേർഡ് ആയിപ്പോയി. അപ്പോൾ ചില വീടുകളിലൊക്കെ ഒരാളൊക്കെയാണ് താമസിക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ വീട്ടിൽ ചെല്ലുക, അവരോട് സംസാരിക്കുക, ചകന സമയം പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ പ്രത്യേകം. അവരുടെ ജീവിതാനുഭവങ്ങളൊക്കെ കേൾക്കുമ്പം നമ്മളൊക്കെ എന്ത് സുഖമാണ്. നമ്മളൊന്നും ഒരിക്കൽ പോലും ഒരു വേദന അല്ലെ ഒരു പീഡനമൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അത്രമാത്രം മിക്കവരുടെ ഉണ്ട്. പേരൻസ് മാതാപിതാക്കളെ തട്ടിക്കൊണ്ടുപോയവർ, അത് വെടിവെച്ച് കൊന്നവര്, കണ്ണ് ചുഴുതെടുത്തവര്, കൈ കണ്ടിച്ചവര്, ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ വേദന സഹിച്ചവരാണ് അവിടുത്തെ ജനങ്ങൾ. അപ്പം അതൊക്കെ നോക്കുമ്പം നമ്മുടെ ഈ വേദനയൊക്കെ വെറും നിസ്സാരമാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. പിന്നെ അവിടുത്തെ ഇപ്പോഴുള്ള യുവജനങ്ങൾക്ക് വിശ്വാസ തീഷ്ണത കുറയുന്നുണ്ടോ എന്നൊക്കെ പലപ്പോഴും സംശയം. പൊതുവെ ലോകം മുഴുവൻ ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ കുറവിന്റെ ഒരു കാറ്റ് വീശുന്നുണ്ടല്ലോ അല്ലേ? അത് അവിടെയും ബാധിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ തോന്നാറുണ്ട്. പക്ഷേ അവരുടെ പഴയ തലമുറ എന്ന് പറയുന്നത് ഭയങ്കര ഉറച്ച വിശ്വാസമാണ്, പാറ പോലെ വിശ്വാസമുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് 3 നോയമ്പ് 5 നോയമ്പ് ഇതൊക്കെ എടുക്കുന്നത്, ഈവൻ അവർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലും ഒന്നും രാവിലെ നല്ല വെള്ളം പോലും കുടിക്കാറില്ല. ഉച്ചഭക്ഷണം ആകുമ്പോഴാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നത്. അവിടുത്തെ വൈദികരും അവിടുത്തെ ജനങ്ങളും എല്ലാം വളരെ ഉപവാസം എന്ന് പറഞ്ഞാൽ അവർ എടുക്കുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഉപവാസ രീതിയാണ് അവർ എടുക്കുന്നത്. പ്രാർത്ഥനയും ഒക്കെ 3 നോയമ്പ് എന്നൊക്കെ പറയുമ്പോൾ ചാപ്പൽ കുലുങ്ങുന്ന തരത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥനയാണ്. അതൊക്കെ എത്ര പ്രാവശ്യം നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്ത മാത്രം. ഒരു മുട്ടുകുത്തുക, എഴുന്നേക്കുക, മുട്ടുകുത്തുക. നമ്മുടെ ഇവിടെ നമുക്ക് 40 മുട്ടിൽ നമ്മുടെ ഇവിടെ ഉണ്ട്. അന്ത്യോക്യൻ ട്രഡീഷനിലും ഒക്കെ ഈ 40 പ്രാവശ്യം കുമ്പിട്ട് എഴുന്നേൽക്കുന്ന രീതി ഉണ്ട്. 3 നോയമ്പിനാണ് പ്രത്യേകിച്ചുള്ളത്. പിന്നെ 50 നോയമ്പ് അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തലമുറ അത്രയും വിശ്വാസവും ജീവിച്ചതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു മന്തിപ്പൊക്കെ വന്നാലും അത് റിവൈവ് ചെയ്ത് വരും. അത് തീർച്ചയായിട്ടും വരും. അവരുടെ വിശ്വാസം, അതായത് ഇത്രയേറെ പീഡനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അവരവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊരു വളരെ ഗ്രേറ്റ് ആണ്. അതായത് അവിടെ പോപ്പ് 2021 വന്നപ്പോൾ പോപ്പ് പറഞ്ഞു, നിങ്ങളൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി നിങ്ങളുടെ തലമുറകൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ കൊടുത്തു, അതുകൊണ്ട് ഞാൻ ചർച്ചിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ കാണുന്നു, ജീവിക്കുന്ന ക്രിസ്തു നിങ്ങളുടെ ദേവാലയത്തിലുണ്ടെന്നാണ് പോപ്പ് പറഞ്ഞത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്കത് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രാർത്ഥനയിലൊക്കെ ചെല്ലുന്ന രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ മഹത്വീകൃതിയായ സഭ എന്ന് പറയുന്നത്. ശരിക്കും അവരുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്റെ വിത്ത് അവർ പാകിയിരിക്കുന്നത് രക്തത്തിൽ കലർത്തിയാണ്. തീർച്ചയായിട്ടും നമ്മളിവിടെ കണ്ണീരിൽ കലർത്തിയാണെങ്കിലും രക്തം കലർത്തിയാണ് വിത്തിട്ടിരിക്കുന്നത്. ആ രക്തം കലർത്തിയ വിത്ത് കിളുക്കാതിരിക്കുമോ? ഇനി ഒരു തലമുറ അവിടെ റിവൈവ് ചെയ്യും. കാരണം അത് അമ്മ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, വിശ്വാസത്തിന്റെ ഈറ്റില്ലം പോലത്തെ ഒരു സ്ഥലമാണ് ഇറാഖിന്റെ മണ്ണ്, ഉറവ പൊട്ടിയ ഇടമാണ്. അവിടെ ഇനി അത് വളർന്നു വരട്ടെ. പ്രവാചകന്മാർ നടന്ന പുണ്യഭൂമി. എക്സാക്ട്ലി. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് സിസ്റ്റർ അതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്കും ഈ പറഞ്ഞ ഒരു രോമാഞ്ചത്തിന്റെ അനുഭവമാണ്, തീക്ഷ്ണത ജ്വലിക്കുന്നുണ്ട്. ലോകം മുഴുവൻ വിശ്വാസത്തിന്റെ ഒരു കാറ്റ് ആഞ്ഞു വീശട്ടെ, ആത്മാവ് വീശട്ടെ. ഇതുപോലത്തെ ഒത്തിരി സിസ്റ്റേഴ്സ് നമുക്കുണ്ട്. ഇനിയും ദൈവവിളികൾ ഉണ്ടാകട്ടെ. വിശുദ്ധരായ തീക്ഷ്ണതയുള്ള കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഈശോനാമത്തെ ലോകം മുഴുവൻ എത്തിക്കാൻ പ്രഘോഷണം അനുവദിക്കാത്തിടത്ത് ഈ പറഞ്ഞതുപോലെ സാന്നിധ്യം കൊണ്ട് മിശിഹായുടെ സാക്ഷികളാകാൻ നമുക്കിനിയും നല്ല പുരോഹിതരെയും സന്യസ്തരെയും ആവശ്യമുണ്ടെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ഇത്തരം സിസ്റ്റേഴ്സിന് വേണ്ടി നമുക്ക് ഇനിയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അമ്മേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും സിസ്റ്ററിനും ഈ സമൂഹത്തിനും
Okay. നിങ്ങളുടെ Thank you, Father. ശുശ്രൂഷകൾക്കും ഞങ്ങൾ അറിയിക്കുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. Okay, thank you.